ഇബ്നു ഉമർ റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്ന ഹദീസാണ്. കളിതമാശയല്ല. ലോകത്തിന്റെ നായകൻ തന്നെ പറഞ്ഞില്ലയോ, ഇന്നൽ ആനി തീർച്ചയായും ഈ ലോകത്തെ ശപിക്കുന്ന ആളുകൾ ലാ യകൂനൂന ശുഫാഅ യൗമൽ ഖിയാമ, അവർ തീർച്ചയായും അല്ലാഹുവിന്റെ കോടതിയിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃക്കരം പിടിച്ചുകൊണ്ട് സ്വർഗ്ഗത്തിൽ കടക്കാൻ കഴിയാത്തവരാണ്. അവർ ശുപാർശകരല്ല, അവരെ ശുപാർശകരാക്കുകയില്ല, അവരെ ശുഫാഅകളല്ല, അവരെ അല്ലാഹുവിന്റെ റസൂല് കൈക്ക് പിടിച്ചുകൊണ്ട് സ്വർഗ്ഗത്തിലേക്ക് കടത്തുകയില്ല. സ്വഹാബ, അല്ലാഹുവിന്റെ റസൂല് ശപിക്കുന്നതിനെ കുറിച്ച് പറയുകയാണ്. എന്നിട്ട് മുത്തുനബി തന്നെ ശപിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂല് ശപിക്കുകയാണ്. കാരണം ശപിക്കേണ്ടുന്ന ആളുകളാണ്. റസൂലുള്ള അവിടുത്തെ ശറഫാക്കപ്പെട്ട നാവിലൂടെ തന്നെ എടുത്തുകൊണ്ട് പറയുകയാണ്, ഒരു പുരുഷനെ നബി തങ്ങൾ ശപിക്കുകയാണ്, അല്ലാഹുവും അവരെ ശപിക്കുകയാണ്, ലോകത്തുള്ള സർവ്വ മലായികത്തുകളും ശപിക്കുകയാണ്, അമ്പിയാക്കളും ശപിക്കുകയാണ്, ഔലിയാക്കളും ശപിക്കുകയാണ്, എല്ലാ സച്ചരിതരാകുന്ന വ്യക്തികളും ശപിക്കുകയാണ്. എന്താണ് ആ ചെറുപ്പക്കാരൻ ചെയ്ത കുറ്റം? യൽബസു ലിബ്സത്തൽ മർആ, സ്ത്രീയുടെ വസ്ത്രവിധാനം സ്വന്തം ശരീരത്തിലേക്ക് കൊണ്ടുവന്നവനാണ്. എത്രയോ സഹോദരങ്ങളുണ്ട്, നെരിയാണിക്ക് താഴോട്ട് വസ്ത്രം ധരിക്കുന്ന സഹോദരങ്ങളില്ലയോ, ചെറുപ്പക്കാരില്ലയോ? അവൻ ധരിച്ചിരിക്കുന്ന പാൻസ്, അതിന്റെ അടിഭാഗം ചെരുപ്പിന്റെ അടിയിലേക്ക് തെറുത്തു വെക്കുന്നവരില്ലയോ, വളച്ചു വെക്കുന്നവരില്ലയോ? അതുമായിട്ട് കളിക്കാൻ പോകുന്നവരില്ലയോ? അതുമായി ടോയ്ലറ്റിൽ പോകുന്നവരില്ലയോ? അതുമായി വളുവെടുത്തുകൊണ്ട് നമസ്കാരിക്കാൻ കയറുന്നവരില്ലയോ? നെരിയാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്ന ആളുകളില്ലയോ? അത് സ്ത്രീയുടെ വസ്ത്രവിധാനമാണ്. അല്ലയോ പുരുഷ, നിന്നെ റസൂലുള്ള ശപിച്ചു എന്നുള്ള കാര്യം നീ അറിയണേ. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. والمرأة التي تلبس لبسة الرجل, തീർന്നില്ല. അല്ലാഹുവിന്റെ റസൂല് വീണ്ടും ശപിക്കുകയാണ്. ഈ സദസ്സിലുള്ള സഹോദരിമാരില്ലയോ, ചെറുപ്പക്കാരികളില്ലയോ? ശ്രദ്ധിക്കണേ. സ്നേഹത്തോടുകൂടി കുമ്മന മുസാദ് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിന്റെ റസൂല് ശപിച്ച വിഭാഗമാണ് അൽ മർഅത, ഒരു പെണ്ണിനെയും റസൂലുള്ള ശപിച്ചിരിക്കുകയാണ്. തൽബസു ലിബ്സത റജുലി,